നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു പക്ഷപാത രോഗിക്ക് സൗഖ്യം നൽകുന്നു. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1 മുതൽ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവൻ പടകിൽ കയറി ഇക്കരയ്ക്ക് കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷപാതക്കാരനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ടു പക്ഷപാതക്കാരനോട്, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ശാസ്ത്രിമാരിൽ ചിലർ, ഇവൻ ദൈവദൂഷണം പറയുന്നത് എന്ത് എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. യേശുവോ അവരുടെ നിരൂപണം ഗ്രഹിച്ച്, നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്ക എടുത്ത് വീട്ടിലേക്ക് പോക എന്ന് പറഞ്ഞു. അവരെഴുന്നേറ്റ് വീട്ടിൽ പോയി. പുരുഷാരം അത് കണ്ട് ഭയപ്പെട്ട് മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇവിടെ നാം വായിക്കുന്നത്, അവൻ പടകിൽ കയറി ഇക്കരെ സ്വന്തം പട്ടണത്തിലെത്തിയെന്നാണ്. യേശു ജനിച്ചത് നമുക്കറിയാം ബേത്ലഹേമിലാണ്. യേശു വളർന്നത് നസറേത്തിലാണ്. അത് കുന്നുംപുറത്തുള്ള ഒരു സ്ഥലമാണ്. കാനായും നസറേത്തുമൊക്കെ മലമ്പ്രദേശത്താണ്. പക്ഷേ ഇവിടെ ഗലീലക്കടലിൻ്റെ തീരത്ത് ഉള്ള സ്ഥലത്തേക്കാണ് യേശു പടകിൽ പോകുന്നത്. അത് കപ്പർന്നഹൂമാണ്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശു കപ്പർന്നഹൂമിൽ വെച്ചാണ് ഈ പക്ഷപാത രോഗിക്ക് സൗഖ്യം നൽകിയതെന്ന് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ കപ്പർന്നഹൂം യേശു സ്വന്തം പട്ടണം എന്ന് പറയാൻ കാരണം? യേശു താൻ 30 വയസ്സുവരെ ജീവിച്ച നസറേത്തിലെ പള്ളിയിൽ സ്നാനത്തിന് ശേഷം ചെന്ന് ഒരു പ്രസംഗം ചെയ്തു. യേശു യെശയ്യാപ്രവചനത്തിൽ ഒരു വാക്യമാണ് വായിച്ചത്. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും യഹോവയുടെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് വായിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു. യേശു പറഞ്ഞതിൻ്റെ അർത്ഥം, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാനും ബദ്ധന്മാർക്ക് വിടുതൽ നൽകാനും കുരുടർക്ക് കാഴ്ച നൽകാനും ചെകിടർക്ക് കഴിവ് നൽകാനും മുടന്തരെ നടക്കുമാറാക്കാനും ഒക്കെ ദൈവം, പിതാവായ ദൈവം എന്നെ സ്വർഗത്തിൽ നിന്ന് അയച്ചിരിക്കുകയാണെന്നാണ്. പക്ഷെ അവർക്കത് അംഗീകരിക്കാൻ പറ്റിയില്ല. കാരണം കൊച്ചുനാൾ മുതലേ അവർക്കറിയാം അപ്പൻ തച്ചുമണി ചെയ്യുന്ന യോസേപ്പായിരുന്നു. ഇവനും പ്രായമായപ്പോൾ തച്ചുമണി ചെയ്യുകയായിരുന്നു. അവർ ദരിദ്രരാണ്. അങ്ങനെ ഒരാൾ, വിദ്യാഭ്യാസം നേടാത്ത ഒരാൾ പറയുകയാണ്, ഞാനാണ് ദൈവം. അവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവർ യേശുവിനെ അവരുടെ പട്ടണം പടർന്നിരിക്കുന്ന മലയുടെ മുകളിൽ നിന്ന് തള്ളി താഴെയിട്ട് കൊല്ലാനായിട്ട് ഭാവിച്ചു. പക്ഷേ യേശു അതുവഴി നടന്ന് പോന്നു. പിന്നെ അങ്ങോട്ട് ചെന്നിട്ടില്ല. എന്നാൽ യേശുവിന് പാർക്കാനൊരു വീടുണ്ടായി. ആളുകൾ പറയുന്നത് ഇത് കപ്പർന്നഹൂമിലെ രാജഭൃത്യൻ്റെ വീടായിരുന്നുവെന്നാണ്. ആ രാജഭൃത്യൻ്റെ മകന് അസുഖം വന്നപ്പോൾ അദ്ദേഹം കാനാവിൽ വന്ന് യേശുവിനെ കണ്ടു. യേശു അദ്ദേഹത്തോട് പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. അവൻ വന്നപ്പോൾ കുഞ്ഞ് തലേദിവസം 7 മണിക്ക് സൗഖ്യം പ്രാപിച്ചതായിട്ട് മനസ്സിലാക്കി. അദ്ദേഹവും കുടുംബവും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിൻ്റെ ശിഷ്യരായെന്നാണ് യോഹന്നാൻ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലെ രാജഭൃത്യനായതുകൊണ്ട് അദ്ദേഹം യെരുശലേമിലേക്ക്, ഹെരോദാവിൻ്റെ അടുത്തേക്ക് തൻ്റെ ജോലിക്ക് പോയ സമയത്ത് കപ്പർന്നഹൂമിലെ തൻ്റെ വീട് യേശുവിന് ശിഷ്യന്മാർക്കും താമസിക്കാൻ കൊടുത്തു എന്നാണ് വിചാരിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതായത് ഹെരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ, യേശുവിനെ ശുശ്രൂഷിച്ചായിട്ട് വായിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 13 ഹെരോദാവിനോട് കൂടെ വളർന്ന മനായൻ
അന്ത്യോക്യ സഭയിലെ ഒരു പ്രവാചകനായിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. അത് ഈ രാജഭൃത്യൻ്റെ മകനായിരുന്നു എന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെയെങ്കിൽ ഭർത്താവും ഭാര്യയും മകനും ഒക്കെ ദൈവവേല ചെയ്യുന്നവരായിട്ട് തീർന്നു. ഇവിടെ യേശു സ്വന്തം പട്ടണത്തിൽ ചെന്നു എന്നറിഞ്ഞ്, അല്ലെങ്കിൽ യേശു കപർന്നഹൂമിലെ ആ വീട്ടിൽ വന്നു എന്നറിഞ്ഞ് ആളുകൾ വന്നുകൂടി. അകത്തോട്ട് കടപ്പാൻ നിവൃത്തിയില്ലാവുന്ന വാതുക്കെ പോലും ആളുകളായി യേശു അവരെ ഉപദേശിച്ചു. അപ്പോൾ ഒരു പക്ഷവാത രോഗിയെ 4 പേര് ഒരു തുപ്പട്ടിയിൽ അല്ലെങ്കിൽ ഒരു കിടക്കയിൽ ചുമന്നുകൊണ്ട് വന്നു. പക്ഷേ അകത്തേക്ക് കയറാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് യഹൂദന്മാരുടെ വീടിനൊക്കെ സ്റ്റെയർ കേസ് ഉണ്ട്, മുകളിൽ കൽപ്പലകകൾ പാകിയിരിക്കുകയാണ്. അവർ ആ സ്റ്റെയർ കേസ് വഴി ഈ പക്ഷവാത രോഗിയെ മുകളിൽ കൊണ്ടുവന്നിട്ട് ആ കൽപ്പാളികൾ ഒന്നെടുത്ത് മാറ്റി ഈ രോഗിയെ താഴേക്ക് ഇറക്കി. യേശു അപ്പോൾ പറയുകയാണ്, നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു. പാപമോചനത്തിനല്ല അവർ കൊണ്ടുവന്നത്, അവനൊരു കൊടുമ്പാപി ആയതുകൊണ്ടല്ല കൊണ്ടുവന്നത്, രോഗസൗഖ്യത്തിനാണ് കൊണ്ടുവന്നത്. ഇത് കേട്ട പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ പാപമോചനം കൊടുക്കാൻ ദൈവത്തിനല്ലേ പറ്റത്തുള്ളൂ എന്ന് ഹൃദയത്തെ ചിന്തിച്ചു. യേശു പറഞ്ഞു, നിങ്ങളിങ്ങനെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്താണ്? ഏതാണ് എളുപ്പം? നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നു, എഴുന്നേറ്റ് കിടക്കരുത് നടക്കുക എന്ന് പറഞ്ഞ് ഏതാ എളുപ്പം എന്ന് പറഞ്ഞാൽ ഇതേതാണ് മനുഷ്യന് ചെയ്യാൻ പറ്റുന്നത്? പാപമോചനം കൊടുക്കാൻ ദൈവത്തിനെ പറ്റൂ എന്ന് നിങ്ങൾ പറയുന്നു. എങ്കിൽ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക എന്ന ഒറ്റ വാക്കിന് വർഷങ്ങളായി രോഗിയായിരുന്ന ഒരു പക്ഷപാത രോഗി ആ വാക്ക് കേട്ട് എഴുന്നേറ്റ് നടക്കുന്നെങ്കിൽ അത് എന്താ എളുപ്പം മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്നാണ് യേശു ചോദിച്ചത്. എന്തായാലും പാപമോചനം കൊടുക്കാൻ അധികാരമുള്ള നിങ്ങൾ പറഞ്ഞ ദൈവം തന്നെയാണ് ഞാനെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാനിത് ചെയ്യുന്നുവെന്ന് പറഞ്ഞ് പക്ഷപാത രോഗിയുടെ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷപാത രോഗി എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടന്നു. അപ്പോൾ യേശു ആദ്യം പറഞ്ഞതും യാഥാർത്ഥ്യമായി എന്ന് ആളുകൾക്ക് ബോധ്യമായി. പാപമോചനം തരുന്നു എന്ന് പറഞ്ഞതും യാഥാർത്ഥ്യമായി എന്നവർക്ക് മനസ്സിലായി. അവന് ഈ കിടക്കയോടെ മേൽക്കൂരയിൽ നിന്നാണ് താഴേക്ക് വന്നതെങ്കിലും ഇപ്പോൾ അവന് ആളുകൾ വഴിമാറിക്കൊടുത്തു. അപ്പോൾ അവന് മാന്യതയുണ്ടായി. ഇതുവരെ ആളുകൾക്ക് അവനൊരു ബാധ്യതയായിരുന്നു, ആളുകൾക്ക് ഒരു ചുമടായിരുന്നു, ഭാരമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ ആ കിടക്കയെടുത്ത് നടക്കുകയാണ്. യേശു നൽകുന്ന സൗഖ്യം ഒരൊറ്റ നിമിഷം കൊണ്ടാണ് എന്ന് മാത്രമല്ല, അത് പൂർണ്ണ സൗഖ്യവുമാണ്. എന്തുകൊണ്ടാണ് യേശു ആദ്യം അവൻ്റെ പാപത്തെ മോചിച്ചത്? രോഗസൗഖ്യമല്ല വലിയത്, പാപമോചനമാണ്. അത് തരാൻ കഴിവുള്ള ദൈവമാണ് താന് എന്ന് യേശു തെളിയിക്കുകയായിരുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപമോചനം നേടുക എന്നുള്ളതാണ് സകല മനുഷ്യർക്കും കരണീയമായിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകളുടെ രോഗം, സാമ്പത്തിക ബുദ്ധിമുട്ട്, അവരുടെ തൊഴിലില്ലായ്മ, വീടില്ലായ്മ, അവരുടെ സകല ഇല്ലായ്മകളും മാറ്റാൻ തീർച്ചയായിട്ടും ദൈവത്തിന് സാധിക്കും. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ദൈവമക്കളായാൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ ഭൗതിക കാര്യത്തിൽ നമ്മളെ സഹായിക്കും എന്നുള്ള ഒരു പാഠമാണ് നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.